പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയാൽ ആത്മാവിലലയടിയാൻ. ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം. ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം. വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം. നന്മയുടെ സ്വരമായുയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൽ ആത്മനിറവാൻ താളമികവാൻ. യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. ഇന്നത്തെ ഈ ഒരു വാശിയേറിയ മത്സരത്തിൽ വേദിയിലേക്ക് എത്തുന്നത് ആരൊക്കെ, എവിടെ നിന്നൊക്കെ വന്നവരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ പോളച്ച, സ്വാഗതം. മനോജേട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. സിസ്ലി, സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. കുട്ടികളെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഓർക്കസ്ട്രയും. നമുക്ക് നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഗാനം നമുക്കിനി കേൾക്കാം. എല്ലാവരും വളരെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വോയിസ് ഓഫ് ഗുഡ്നസ് ഓരോ പ്രോഗ്രാം കാണാനായിട്ടല്ലേ. വൈകിക്കേണ്ട, ഭവ്യ അജോ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വരൂ. യെസ് ഭവ്യ, സുഖായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. മോളുടെ ഫസ്റ്റ് പാട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാട്ട് കഴിഞ്ഞു, ഇന്നിപ്പോ മൂന്നാമത്തെ പാട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഗാനത്തിലുണ്ടായിരുന്ന അതേ മിസ്റ്റേക്സ് ഒക്കെ തന്നെയായിരുന്നു രണ്ടാമത്തെ പാട്ടിലും ജഡ്ജസ് പോയിന്റ് ഔട്ട് ചെയ്തത്. ഈ ഒരു തേർഡ് റൗണ്ടിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്നത്? ജഡ്ജസ് പറഞ്ഞ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടാണ് മോള് സെക്കൻഡ് ടൈം വന്നത്. അതുകൊണ്ട് ചെറിയൊരു ഡിഫറൻസ് കണ്ടിരുന്നു. പക്ഷേ മോളുടെ പാറ്റേൺ ഓഫ് എന്താ പറയാ, പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും അതൊക്കെ കുറച്ചും കൂടെ കൂട്ടിയോ? കൂട്ടി. കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? യെസ്. ഓക്കെ, ഭവ്യയുടെ ആദ്യത്തെ പാട്ട് തന്നെ എത്രയോ നമ്മുടെ തുടക്കം എപ്പിസോഡ് തുടങ്ങിയ ഒരു സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ കാലങ്ങളിലെ ഒരു എപ്പിസോഡുകളിലായിരുന്നു. അതിൽ നിന്നും ഓരോ എപ്പിസോഡ് മാറുമ്പോൾ തന്നെ കുട്ടികളിൽ വരുന്ന ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ അവരുടെ മാറ്റങ്ങൾ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും അതേപോലത്തെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ പാട്ടിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. Voice of Goodness Season 3.
ഭവ്യ എത്ര റിലാക്സ്ഡ് ആയിട്ട് എത്ര എൻജോയ് ചെയ്ത് നല്ല ചിരിച്ച് നല്ല ഭംഗിയായിട്ട് പാട്ട് പ്രസന്റ് ചെയ്തു, ഇവിടെ പെർഫോം ചെയ്തു. താങ്ക് യു. നല്ല ഭംഗിയുണ്ടായിരുന്നു കോസ്റ്റ്യൂം കാണാനായിട്ടും അതിന്റെ കളറും. അതേപോലെ തന്നെ നല്ല വൈബ്രന്റ് ആയിട്ട് നിന്നോ പാട്ടെന്ന് ചോദിക്കാം നമുക്ക്. യെസ് പോളിച്ച. ഭവ്യ നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. ഒരു വെറൈറ്റി ക്രിസ്മസ് സോങ് ആയിരുന്നു. നല്ല കോറസ് നന്നായിട്ട് പാടി, നല്ല ജോയ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്ത് പാടുന്ന പോലെ തോന്നി ഞങ്ങൾക്ക്. താങ്ക് യു. ഒരു ചെറിയൊരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വന്നു പിറന്നവനെ, പെയ്തു നിറഞ്ഞവനെ, അനേ എന്നുള്ളത് തിരിയുന്നില്ലായിരുന്നു. അത് അതിൻ്റെ അങ്ങനെയുള്ള എൻഡിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് മാത്രം ഒരു സജഷൻ. നന്നായി പാടി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. മനോജ് ചേട്ടാ. ഭവ്യ മോൾ, എന്തോ? ഭവ്യ വളരെ മനോഹരമായിട്ട് പാടി ഈ പാട്ട്. താങ്ക് യു. ഓക്കെ, എനിക്ക് ആ ഒരു പ്രസന്റേഷനൊക്കെ വളരെ രസമായിരുന്നു. ഇപ്പോൾ രമി ചേച്ചി പറഞ്ഞ പോലെ നല്ല ഉടുപ്പും ആ ഒരു ക്രിസ്മസിനോട് യോജിക്കുന്ന തരത്തിലുള്ള കളറും പിന്നെ ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഈ പാട്ടിന് വേണ്ട ഒരു പെർഫോമൻസ് ലെവലിൽ വേണ്ട ആ ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റേജിലുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് യുവർ ഡ്രസ്. എന്തായാലും ഒത്തിരി സന്തോഷം. അത് ഈ ഒരു പാട്ട് കാരണം ക്രിസ്മസ് ഒക്കെ അടുത്ത് തുടങ്ങി അല്ലേ, അപ്പം അതിൻ്റെ ഒരു എനർജിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മോള് പാടാൻ സാധിച്ചു. എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ കോറസൊക്കെ വന്നപ്പോൾ നല്ല ആ ഒരു വൈബ് ഉണ്ടായിരുന്നു വന്നപ്പോൾ. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല. എനിക്ക് ആകെ ഒരു തോന്നിയത് പ്രത്യേകിച്ച് പല്ലവി വോയിസിൻ്റെ ആ ഒരു മോഡുലേഷൻസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റും, മോൾക്ക് പറ്റും. കാരണം ഒരു പിച്ച് ഇത്തിരി ലോ, ആ ഒരു ലോ രജിസ്റ്റർ ഇത്തിരി എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യല്ല, ബട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് പാടാൻ പറ്റും മോള്. അതൊക്കെ ആ ഒരു രജിസ്റ്റർ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഹൈ ഒക്കെ വരുമ്പോൾ നല്ല ശബ്ദമാണ്, നല്ല പ്രസൻസ് ഉണ്ട്, നല്ല ത്രോ ഉണ്ട്, വോയിസിനെല്ലാം നല്ല സുഖമാണ് കേൾക്കാൻ. പക്ഷെ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. ഭവ്യ, എന്തോ? ഭവ്യയുടെ കഴിഞ്ഞ 2 പെർഫോമൻസിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഒന്ന് പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം, ബ്രീതിങ്, ക്ലാരിറ്റി ഓഫ് വാക്കുകൾ ക്ലാരിറ്റിയോടുകൂടി പറയണം. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ഈ സോങ്ങിൽ കേട്ടോ. എസ്പെഷ്യലി പ്രൊനൗൺസിയേഷൻ, ബ്രീതിങ്, ക്ലാരിറ്റി. നിങ്ങൾ എല്ലാവരും കൂടെ പാടി എൻഡ് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ലാസ്റ്റത്തെ ലെറ്ററിങ് വരെ കേൾക്കായിരുന്നു. അത്രയും ഫോക്കസ്ഡ് ആയിട്ട് മോള് അത് സീരിയസ് ആയിട്ട് എടുത്തു. ആ ഒരു സജഷൻ പറഞ്ഞെല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പം ഫോക്കസ് ചെയ്താൽ കിട്ടും അല്ലേ? അപ്പം അത് മനസ്സിലായി, ശ്രമിച്ചാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോക്കസ് വേണം എല്ലാ പെർഫോമൻസിനും. നമുക്ക് ഒരു പെർഫോമൻസ്, ഒരു റൗണ്ടും നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും ഭയങ്കര വലുതാണ്. അപ്പോൾ ഒരു സ്റ്റേജ് നമുക്ക് വെറുതെ അങ്ങ് പോട്ടെ, എന്തെങ്കിലും പാടി വിടാം എന്ന് ചിന്തിക്കാൻ പാടില്ല. എല്ലാത്തിലും ഇപ്പം മോള് കാണിച്ച ആ ഫോക്കസ് ഇല്ലേ, ആ ഒരു എഫേർട്ട്, ഡെഡിക്കേഷൻ, ഇതെല്ലാ റൗണ്ട്സിലും ഉണ്ടായ മോള് ഗ്രേറ്റ് ഹൈറ്റ്സിലോട്ട് എത്തും. ബിക്കോസ് യു ഹാവ് ദ കാലിബർ. അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ഒരു സോങ്ങിലൂടെ മോളത് പ്രൂവ് ചെയ്തു. ആൻഡ് ഈ ഫാസ്റ്റ് റൗണ്ടിൽ ഐ തിങ്ക് ക്രിസ്മസ് സോങ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഞാനതങ്ങനെ ഓർക്കുന്നില്ല വന്നതായിട്ട്. സോ അതൊരു ഡിഫറെൻറ്റ് തോട്ടും ആയിരുന്നു. എന്തായാലും ഒരു ഫാസ്റ്റ് സോങ് എന്ന് പറയുമ്പോൾ നമുക്ക് ജോയ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും പറ്റിയൊരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ ഈശോ ജനിച്ച ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു തോട്ടോടുകൂടി ക്രിസ്മസ് സോങ് തന്നെ ചൂസ് ചെയ്തു. അതെല്ലാം വളരെ നന്നായിരുന്നു ഈ ഒരു റൗണ്ടിലേക്ക് വന്നപ്പോൾ കേട്ടോ. വെരി ഗുഡ്. എല്ലാം നന്നായിട്ട് കോറസും സപ്പോർട്ടീവ് ആയിരുന്നു, ഓർക്കസ്ട്ര സപ്പോർട്ടീവ് ആയിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ മനോഹരമായി, നല്ലൊരു എനർജറ്റിക്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാട്ടോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇപ്പൊ തുടങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തേ? ഞാനും അമ്മയും കൂടെ ആണ്. അപ്പൊ നൈസ് സെലക്ഷൻ ആയിരുന്നു. ഇനി നമുക്ക് മാർക്കിലേക്ക് പോവാം. യെസ് പോളിച്ച. ഭവ്യ നന്നായി പാടിയതുകൊണ്ട് 9 മാർക്സ്. താങ്ക് യു. യെസ് 9 മാർക്സ്. മനോജ് ചേട്ടാ. ക്രിസ്മസ് പാട്ടല്ലേ പാടിയത്, ആ. എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? 27. 27. എനിക്ക് 27 മുഴുവൻ തരാൻ പറ്റത്തില്ല, കുറേശ്ശെ തരാൻ പറ്റുള്ളൂ. ഒരു 10 ഒരു 10 എത്ര മാർക്ക് വേണമെന്ന് പറയും? അദ്ദേഹത്തിന്റെ 10 മാർക്കേ ഉള്ളൂ. 9 വേണോ? 9 അല്ലല്ലോ ഇവിടെ എഴുതിയിട്ട്. 9.5 ആണോ? അതാ മതി, അത് തരാൻ പറയൂ. അല്ല ശരി 9 തന്നെ എഴുതിയിട്ടില്ല. 9 മാർക്സ്. ഇങ്ങനെ പിശുക്കല്ലേ മാർക്കൊക്കെ കൊടുക്കാൻ. സിസ്ലി. ഞാനാണ് ഭവിക്ക് കഴിഞ്ഞ തവണ മാർക്ക് കുറച്ചെന്നൊരു അപവാദം. അതെ അതെ. അപ്പൊ പിന്നെ ഞാൻ കുറയ്ക്കില്ല, 9 മാർക്ക്. കുട്ടി മാർക്ക്.
നിങ്ങൾ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോ 27 അവർ അതിലും തരാൻ റെഡിയാണ്. നിങ്ങൾ അത്രയ്ക്കും നല്ലൊരു പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് അതിനെക്കാട്ടിലും മാർക്ക് തരാതിരിക്കാൻ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ 27 എന്ന് പറഞ്ഞ് ഇങ്ങനെ മടിച്ചു നിൽക്കണ്ട, ധൈര്യമായിട്ട് ചോദിച്ചു വാങ്ങിക്കൂ കേട്ടോ. ശരി, അപ്പൊ 27 and 30 ആണ് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഭവിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇവരുടെ ആ ഒരു ഗ്രാഫ്, ആ ഒരു ഗ്രോത്ത് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ശരി ഭവ്യ, പോയിട്ട് വരൂ. നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ കാണും അല്ലേ? ഓക്കെ. യെസ്. ഈ എപ്പിസോഡിൽ രണ്ടാമതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് അന്ന ലോറൻസ് ആണ്. വരൂ അന്നക്കുട്ടി. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് പാറ്റേൺ, നൈസ് കളർ കോമ്പിനേഷൻ, നല്ല രസമായിട്ടുണ്ട്. മോള് പുറത്തുനിന്നല്ലേ വന്നെ? എബ്രോഡെന്നല്ലേ? ദുബായിലല്ല, ഖത്തർ. ഓക്കെ. ഈ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഷൂട്ടിന്റെ സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ക്ലാസ്സസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ള വരവാണ് അല്ലേ? ഈ പ്രാവശ്യം എത്ര ദിവസത്തെ ക്ലാസ് ഒക്കെ കളയേണ്ടി വന്നു? 5 ദിവസം. ശരിക്കും മോളെ ആ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, പാരന്റ്സും കൂടെ ട്രാവൽ ചെയ്യണം അല്ലേ? അതൊക്കെ വലിയൊരു എഫേർട്ട് തന്നെയാണ്. കാരണം ഇത്രയ്ക്ക് മനോഹരമായൊരു സ്റ്റേജ്, മോൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അത് ആ ഒരു എക്സ്പോഷർ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് പാരന്റ്സും ആ ഒരു എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടും മോളും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന്റെ കാര്യത്തിലേക്ക് അതുപോലെ സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ പാട്ട് ഏതാ മോൾ ഇപ്പൊ പാടാൻ പോകുന്നത്? ഞാൻ ആശാദീപം കാണുന്നു. ഞാൻ മെലഡിയാണ്. ഓക്കെ. ഇത് എത്ര നാളായിട്ട് മോള് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഈ പാട്ട്? ഇത് കുറെ നാളായി. മോള് പാട്ട് അല്ലാതെയും ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ് അല്ലേ? അപ്പോ വളരെ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് അന്ന. അപ്പൊ അതേപോലെ തന്നെ ശരിക്കും നന്നായിട്ട് പാടാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.
അങ്ങനെ ഇത്രയും ദിവസം യാത്ര ചെയ്ത് വന്ന് പ്രാക്ടീസ് ചെയ്ത് കുറേ നാളുകളായിട്ട് പാടിയ പാട്ട് അങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞു. ശരിക്കും റിലീവ്ഡ് ആയി അല്ലേ? പാടി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫേസിൽ നിന്ന് എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ ശരിക്കും റീഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഇന്നിപ്പോ മോള് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത പാട്ടിന്റെ റിസൾട്ട്, പെർഫോമൻസ് ലെവൽ ഇതൊക്കെ നമുക്കറിയാം. സിസ്ലി, അപ്പോൾ അന്ന, നല്ല സെലക്ഷൻ ഓഫ് സോങ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ബ്യൂട്ടിഫുൾ സോങ് കേട്ടോ. എന്ത് മനോഹരമാണ് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ. ആരുടെ സെലക്ഷൻ ആയിരുന്നു മോനെ സോങ്? അത് അമ്മ പറഞ്ഞു തന്നതാ. അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അച്ചടാ, നല്ല സെലക്ഷൻ ഓഫ് സോങ് കേട്ടോ. ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് മോള് നല്ല ജസ്റ്റിസ് കാണിച്ചു. സോങ് നന്നായിട്ട് പഠിച്ച്. ഇനി എന്തോരം നാള് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? എത്ര നാള് പ്രിപ്പയർ ചെയ്തു? അത് അന്ന് ഇവിടെ വന്ന് പാടിയതിനു ശേഷം ഈ റൗണ്ട് നോക്കണല്ലോ, അപ്പൊ തൊട്ട് തറവായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് തോന്നിയത് എന്തോരം വെറൈറ്റി. മോളുടെ വേറൊരു കൈൻഡ് ഓഫ് ടോണും വേറൊരു കൈൻഡ് ഓഫ് സിംഗിങ്ങും. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വോയിസ് ഓഫ് സീസൺ 3 ആ ബഞ്ച് ഓഫ് സിംഗേഴ്സ് എന്ന് പറഞ്ഞ ഓരോ ആൾക്കാരും വ്യത്യസ്തരായ ആൾക്കാരാണോ. എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടി ഇപ്രാവശ്യം. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ കേട്ടോ. ആൻഡ് മോളുടെ സിംഗിങ്ങിൽ എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മോള് പാടുമ്പോൾ എങ്ങോട്ടാ മോള് ഫോക്കസ് ചെയ്യുന്നത്? എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ മോള് താഴെ നോക്കി പാടുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. മോള് ക്യാമറയാണോ നോക്കുന്നത്? ക്യാമറയിലോട്ടാണ്. ഓക്കെ. അപ്പോൾ ത്രൂ ഔട്ട് ദ സോങ്ങിൽ വേണമെങ്കിൽ മോൾക്ക് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവാം. പക്ഷേ പാടി കഴിയുമ്പം മോൾ ഓക്കെയാണ്, എല്ലായിടത്തും നോക്കുന്നുണ്ട്. അല്ലാതെ ഒരു പോയിന്റ് തന്നെ നോക്കാതെ വേണമെങ്കിൽ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ആ ലാസ്റ്റത്തെ ഇംപ്രവൈസേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല്ലവിയിലെ ലാസ്റ്റ് ആ ഇംപ്രവൈസേഷൻ ഇല്ല, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരേ ഒരു ലൈനിലാണ് ഒന്ന് ശ്രുതി, ആ ലാസ്റ്റ് ലൈനില്ല, എൻ്റെ പല്ലവിയും ചരണവും നിർത്തുന്നത്, ഇരുളിൽ പടരും, ആ ഒരു പോർഷൻ മാത്രമാണ് എത്താത്ത പോലെ. അതൊന്ന് പാടി ഒന്ന് ഫിനിഷ് ചെയ്യുക. അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. സാരോപദേശങ്ങൾ പെയ്യും സൂര്യോദയത്തിന്റെ കാന്തി, ഇരുളിൽ പടരും പരിപാവനമാ. ഇപ്പൊ ഓക്കെ ആയിരുന്നു. ടേക്കിന് വന്നപ്പോൾ ആ രണ്ട് സ്ഥലത്തും ചരണത്തിലും അതേപോലെ തന്നെ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് ചേർന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് തോന്നി. മോളുടെ വോയിസിൽ നല്ലതായിട്ട് ഫീൽ ചെയ്താണ് സംഗതികളൊക്കെ, നല്ല സുഖമായിട്ട് ഒഴുകി വരുന്നുണ്ട്. സോ യു വെരി ബ്ലെസ് ദാറ്റ് വേ. ആൻഡ് മോളുടെ ഈ പറഞ്ഞ പോലെ എഫേർട്സിനൊക്കെ ദൈവം പ്രതിഫലം തരട്ടെ കേട്ടോ. എന്താ അബ്രോഡിൽ പോകുമ്പോൾ എന്താ ആൾക്കാർ ഫീഡ്ബാക്ക് ഒക്കെ തരുന്നേ കണ്ടിട്ട്? ആദ്യത്തെ പാട്ട് നന്നായി എന്ന് പറഞ്ഞിരുന്നു. സജഷൻസ് ഒക്കെ കിട്ടിയോ അവരുടെ ഭാഗത്തു നിന്നൊക്കെ? കുഴപ്പമില്ലാണ്ട് കിട്ടി. ഓക്കെ. അപ്പൊ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതെല്ലാം മോളെ ഹെൽപ്പ് ചെയ്യട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ, അന്ന എന്താ പറയാ, ഇതിന് ഒറ്റ വാക്കിൽ ഈ പെർഫോമൻസിനെ എന്നോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്തു പറയുന്ന അറിയോ? സോൾഫുൾ സിംഗിങ്. താങ്ക് യു സർ. കാരണം മോള് ഇതുവരെ പാടി വന്നിട്ടുള്ള പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് പോലെ തോന്നി എനിക്ക്. പറഞ്ഞ് ഇത്രയും നാൾ പാണ്ടായിരുന്ന പാട്ടുകളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് അമേസിങ്. ആ ഒരു വേർഡ്സ് ഒക്കെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എനിക്കതിൽ കാര്യമായിട്ടൊന്നും കുറിക്കാനുണ്ടായിരുന്നില്ല. കാരണം ഐ വാസ് എൻജോയിങ് തറലി യുവർ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നത് മോൾക്ക് ആ ഒരു നല്ല ഫീലുണ്ട്. പിന്നെ അതിൽ വേണ്ട ഒത്തിരി ഡിഫിക്കൽട്ടാണ് ഈ പാട്ട് പാടാൻ. ഒത്തിരിയേറെ പ്ലാൻസും സംഗതികളൊക്കെ ചിത്രീകരിച്ചല്ലേ പാടിയിട്ടുള്ളത്. അത്ര മനോഹരമായിട്ടാണ് ചേച്ചി ഇത് പാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനോട് തന്നെ ഒരു ജസ്റ്റിസ് വളരെ ആത്മാർത്ഥമായിട്ട് കാണിച്ചു. അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ പറയാണ് കുട്ടികളുടെ ചേഞ്ചസ് ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 10ലും മേലെ മാർക്ക് കൊടുക്കണോ എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിലൊക്കെയാണ്. കാരണം അത്ര നന്നായിട്ട് പാടി വരുന്നുണ്ട്. എല്ലാവരും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ചേഞ്ചാണ് കാണുന്നത് എല്ലാവരിലും, മോസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസിൽ. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹമുള്ള ഒരു വോയിസാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. യു ആർ ബ്ലെസ്ഡ് സിംഗർ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പോളിച്ചാ, എക്സലന്റ് സിംഗിങ്. താങ്ക് യു അച്ഛാ. നല്ല മെലോഡിയസ് വോയിസാണ്. കേട്ടിരിക്കാൻ ആരും കേട്ടിരിക്കുക അതുപോലെ നല്ലൊരു വോയിസ് തമ്പുരാൻ തന്നിട്ടുണ്ട്. പിന്നെ പാട്ടിൽ നല്ല ഒരു ഫീൽ
എക്സ്പ്രഷൻ എന്ന് പറയില്ലേ. അപ്പോൾ നല്ല ഒരു സാധാരണ ഈ പാട്ടിൽ ഭാവം കൊടുക്കാൻ പറ്റുന്ന ഫണ്ടമെന്റൽസ് ഒക്കെ നന്നായി ഉറക്കുന്ന ആളുകൾക്കാണെന്ന് പറയും സാധാരണ. അല്ലാത്തവർക്ക് ഭാവം ക്രിയേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അന്ന ഒരു പ്രൊഫഷണൽ സിംഗറെ പോലെ നന്നായിട്ട് അതില്ലേ ഭാവം, പാട്ടിൻ്റെ ഭാവം എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഫീലിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് അതാണ് അവരെ ശരിക്ക് ടേക്കപ്പ് ചെയ്യുക. അത് നന്നായിരുന്നു. പിന്നെ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇംപ്രവൈസേഷൻ ചെയ്തിരുന്നു. അതും ഒരു എക്സ്ട്രാ സ്കില്ലാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നന്നായി ഉറപ്പാകുമ്പോഴാണ് നമുക്ക് ഈ ഇംപ്രവൈസേഷൻ്റെ സാധ്യതകളിലേക്ക് നാച്ചുറലായിട്ട് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അത് വളരെ നന്നായി ചെയ്തു. വളരെ മനോഹരമായിട്ട് പാടി ഒരു റെക്കോർഡിങ് കേൾക്കുന്ന പോലെയുള്ള ഫീലിങ്ങിലാണ് ഞങ്ങൾക്ക് ഇരുന്നിരുന്നത്. ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. എന്തൊരു സമാധാനവും സന്തോഷാണല്ലേ ഇങ്ങനെയൊക്കെ നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോ. അപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ തോന്നും, ഓ ഇന്ന് വയ്യ പ്രാക്ടീസ് ചെയ്യാൻ, മടിക്കാം, നാളെ ചെയ്യാന്നൊക്കെ. പക്ഷെ നോക്കൂ, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതിൽ പരം വേറെ സന്തോഷമില്ല എന്നൊരു തോന്നലല്ലേ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനിയും ഒരു രീതിയിലും മടിക്കാതെ പിന്നത്തേക്ക് വെക്കാതെ ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എത്ര മാർക്കാണ് പൊളിച്ച? അന്ന റെക്കോർഡ് മാർക്ക് മേടിച്ചിരിക്കുകയാണ്. 9.5. താങ്ക് യു സോ മച്ച് അച്ഛാ. 9.5 മാർക്സ്. ഇത്ര സന്തോഷേ ഉള്ളോ? റെക്കോർഡ് മാർക്കല്ലേ? തുള്ളിച്ചാടണ്ടേ? യെസ് മനോജ് ചേട്ടാ. എനിക്കും ആ ഒരു റെക്കോർഡ് മാർക്ക് തന്നെ കൊടുക്കാനാണ് ആഗ്രഹം. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു അതിലും കൂടുതൽ തരണമെന്നോ അത് കൊടുക്കാനായിട്ട്. അപ്പൊ 9.5. താങ്ക് യു സർ. അയ്യോ, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ആവുമ്പോ 10 എന്നുള്ളത് എടുത്ത് മാറ്റേണ്ടി വരും അല്ലേ? ഒരാൾക്ക് തന്നെ 30 എന്നുള്ള രീതിയിലേക്കല്ലോ കൊണ്ടുവരേണ്ടി വരും. സിസ്ലി, ഞാൻ ഇവിടെ വില്ലത്തിയായി മാറും. വേണ്ട, എല്ലാ കുട്ടികൾക്കും ഞാനാണല്ലോ വില്ലത്തി ദൈവമേ. അവൻ താല്പര്യമില്ല. 9.5. താങ്ക് യു സോ മച്ച്. 28.5 മാർക്സ് വാങ്ങി നല്ലൊരു ശരിക്കും അവിടെ നിന്നും ഖത്തറിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് ഒക്കെ റേറ്റ് ഒക്കെ ആണല്ലോ. ആ സമയത്തും ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്നു, സ്റ്റഡീസ് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് മോളെടുത്ത ഒരു എഫേർട്ടിനും പാരന്റ്സ് എടുത്ത ഒരു എഫേർട്ടിനും ഒരുപാട് സന്തോഷം. ദൈവം ശരിക്കും കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അയ്യോ, ഇത് സന്തോഷത്തിന്റെ ആനന്ദ കണ്ണീരാണ്. അപ്പോൾ ശരി, നമുക്ക് കാണാം കേട്ടോ. സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാനുണ്ട്. അത് പാടാനായിട്ട് ഇന്നിപ്പോ വേദിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം വളരെ സ്മാർട്ട് ആയിട്ടുള്ള നമ്മുടെ ഹാൻസം ഏബൽ ജോൺ. ഇന്നവിടെ മാതാവിന്റെ ഇത് ഇന്ന് സ്റ്റേജിലൊന്നും ഇട്ടില്ലല്ലോ, എന്ത് പറ്റി? അത് അവിടെ ഞാൻ ഇട്ടായിരുന്നല്ലോ. ഇപ്പിട്ടില്ലല്ലോ. അത് എന്റെ ഫ്രണ്ട് ചേച്ചി ഇല്ലേ, മെറിൻ ചേച്ചി, ആ ചേച്ചി പോയി. ആഹാ, അപ്പൊ സാധനം കയ്യിൽ തന്നിട്ടില്ല. ഓ, കുറച്ച് സ്റ്റോക്ക് ചെയ്യണ്ടായിരുന്നോ? എന്താണ് അപ്പൊ? ശരി ഗുരു, ശിഷ്യന്മാരെല്ലാരും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഗുരുവിന് ഈ പ്രാവശ്യം വളരാൻ താല്പര്യമുണ്ടോ? എന്താ ഉദ്ദേശിക്കുന്നേ? 27 മേലെ. 25 പറയണോ, 4 പറയണോ, 7 പറയണോ? ആശാൻ 27 ആഗ്രഹിച്ചാ പോരാ. ഗുരുവിന് എപ്പോഴും ഫുൾ മാർക്ക് വേണം, എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പൊ 30 മാർക്ക് തന്നെ ആഗ്രഹിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് എന്താ പാടാൻ പോണേ? മാതാവിന്റെ. എനിക്ക് തോന്നി മോന്റെ വേഷം കണ്ടപ്പോ. ശരിക്കും പഠിച്ചിട്ടുണ്ട്? ഇതാരാ സെലക്ട് ചെയ്തേ? മോൻ തന്നെയാണോ അമ്മയാണോ? ഞാൻ സെലക്ട് ചെയ്തു. ശരി, തൃപ്തിയായി. എനിക്കങ്ങ് തൃപ്തിയായ ഒരു പാട്ടങ്ങ് സെലക്ട് ചെയ്തു അല്ലേ? എന്നിട്ട് ആരാ പഠിപ്പിച്ചു തന്നെ? പഠിച്ചത് ഞാൻ, പിന്നെ അമ്മ ഇച്ചിരി പഠിപ്പിച്ചു ചെയ്തു. അമ്മയും മോനും കൂടിയാണ് എപ്പോഴും അല്ലേ? ഈ പഠിപ്പിച്ചു തരുന്നതിനിടയിൽ അമ്മോട് വഴക്കുണ്ടാക്കോ? എന്ത് പറഞ്ഞാ വഴക്കിടണേ? പാട്ട് പഠിക്കേ, ഇങ്ങനെ പാട്ട് പഠിക്കേ. മടിയനാണോ ഏബൽ? ആണോ? അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്തരത്തിലുള്ള മിടുക്കരായ എത്ര നല്ല കുട്ടികളാണ് നമുക്കുള്ളത് വോയിസ് ഓഫ് ഗുഡ്നസ്സില്. അതേപോലെ തന്നെ ഏബൽ ഇന്ന് നല്ല രീതിയിൽ പാടി മുമ്പത്തെ ചേച്ചിമാര് വാങ്ങിയ പോലെ നല്ല മാർക്കും വാങ്ങണം കേട്ടോ. ശരി. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു.
അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. വിനയാനിതനെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുന്നിൽ നേടിയൊരടയാളം. വിനയാനിതനെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുന്നിൽ നേടിയൊരടയാളം. മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ മേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവഭക്തർക്കെന്നും പാവനമാകും മാർഗ്ഗം രാജകന്യാ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവഭക്തർക്കെന്നും പാവനമാകും മാർഗ്ഗം രാജകന്യാ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. എന്താണ് പാടിക്കഴിഞ്ഞിട്ടൊരു സന്തോഷമൊന്നും ഇല്ലാത്തെ? എന്ത് പറ്റി? ഒന്നുമില്ല. നന്നായിട്ട് പാടാൻ പറ്റിയില്ലേ? ഉണ്ട്, പറ്റി. പിന്നെ എന്തോ ഒരു ശങ്കയുണ്ടല്ലോ, എന്താ ഒരു ഡൗട്ട്? ഒന്നുമില്ല. 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 ശരി, പൊളിച്ചാ. ഏബൽ കുട്ടന്റെ പാട്ട് കേട്ട് ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. താങ്ക് യു അച്ഛാ. നല്ല മനോഹരമായിട്ട് ഏബൽ പാടി. താങ്ക് യു. നല്ല ശബ്ദം, ഗുഡ് വോയിസ്, നല്ല കോൺഫിഡൻസ് സിംഗിങ് ആണ്. വേറൊന്നും നോക്കുന്നില്ല അല്ലേ? തുടങ്ങിയ ഒറ്റ പോക്കാണ്. അതൊരു 5ാം ക്ലാസ്സുകാരൻ ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഇടയ്ക്ക് കുറെ ഇംപ്രൂവൈസിംഗ് ഒക്കെ നടത്തിയിരുന്നല്ലോ, അല്ലേ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പുതിയ സംഗതികളൊക്കെ അതിൽ ചേർത്തിരുന്ന പോലെയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല ആശംസകള്. നല്ല ഗായകനായിട്ട് മാറട്ടെ ബെൽമോൻ. എല്ലാവിധ വിജയങ്ങളും നേരുന്നു. വളരെ നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അത് മോൻ തന്നെ ഇട്ട സംഗതികളാണോ? അല്ല, പാട്ടിലുണ്ടായിരുന്നതാണ്. ആണോ? മോനായിട്ട് എക്സ്ട്രാ ഇട്ടൊന്നുമല്ല. ശരി, മനോജ് ചേട്ടാ. എന്തോ മോൻ എന്താ പറയാ, വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ഈസി ഒരു സിംഗിങ് ആയിരുന്നു. താങ്ക് യു. അടിപൊളി. അടിച്ചു പൊളിക്കാന്നൊക്കെ പറയില്ലേ,
അങ്ങനത്തെ ഒരു നല്ല എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് വളരെ കോൺഫിഡന്റ് സിംഗിങ്. താങ്ക് യു. അത് ഈ പ്രായത്തിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ കൗതുകമാണ് കേട്ടോ. നന്നായി പാടി മോൻ. എനിക്ക് തോന്നുന്ന കുറെ നല്ല പ്ലാൻസുകളും ജമങ്ങളൊക്കെ ഇടയിൽ നല്ലൊരു പ്രൊഫഷണൽ സിംഗറിന്റെ ഒക്കെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. താങ്ക് യു. ഇതാരെ പഠിപ്പിച്ചെന്ന് ഈ പാട്ട്? ഈ പാട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ അമ്മ എപ്പോഴും ഫോണില് കുറച്ച് ഈശോന്റെ പാട്ട് വെക്കും. അപ്പം ഇതും ചില സമയം വെക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കേട്ട് പഠിച്ചതാണ്. പിന്നെ സീരിയസ് ആയി നല്ലോണം ഇരുന്ന് അത് തന്നെ പാടി പഠിച്ചു. ഓ വെരി ഗുഡ്. എനിക്ക് തോന്നിയത് മോൻ അതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോ പാർട്ടും എങ്ങനെ പാടണം, ഇതിലെന്തുമാത്രം പ്ലാൻസ് ഉണ്ട്, ഇതിലെങ്ങനെയാണ് അതിന്റെ ഫീല്, അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് നമ്മളിവിടെ റെൻഡർ ചെയ്തു മോൻ. ഓക്കെ, അത് ഈ പ്രായത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻക്രെഡിബിൾ. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി. നല്ലൊരു സിംഗറായിട്ട് വരട്ടെ. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. സിസ്ലി. ഏബിൾ കുട്ട, എന്തോ ഏബിളിന്റെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഏബിളിന് ആരാവാൻ ആഗ്രഹം? എന്റെ അംബിഷൻ എന്താ? മിഷൻ എന്ന് വെച്ചാ ലോകം അറിയുന്ന ഏറ്റവും വലിയൊരു ഗായകനാവാൻ. യേശുദാസിന് ഇതിലും വലിയൊരു ഉത്തരം ഇതിനുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ നിക്കണത് അല്ലേ? വെരി ഗുഡ്, വെരി ക്ലിയർ അബൌട്ട് ഇറ്റ് അല്ലേ? അതിലൊന്നും ഒരു ഡൗട്ട് ഇല്ല. ലോകം അറിയുന്ന ഏറ്റവും വലിയൊരു ഗായകനായിട്ട് മാറട്ടെ. താങ്ക് യു. അത് ആ ഒരു ഉത്തരം എന്റെ ഫില്ല് ചെയ്തു എന്റെ ഹാർട്ട്. എനിക്കൊന്നും ഇനി പറയാൻ വാക്കുകളില്ലാത്ത പോലെ ആക്കി കളഞ്ഞു കേട്ടോ. മോൻ ഈ പാട്ട് ഏറ്റെടുത്ത് അങ്ങ് പാടി. എന്നാ ചേച്ചി, എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഏബിൾ സിംഗർ ആവുന്നതിനൊപ്പം തന്നെ വേറൊരാളും കൂടി ആവുന്ന ഞാൻ ജസ്റ്റ് പറയുക. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു മ്യൂസിക് ഡയറക്ടർ ആവുന്നു. കാരണം ഇപ്പൊ ഈ ഇംപ്രവൈസ് ചെയ്തപ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നിയ കൈ നെട്ടാന്നായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ചേച്ചിമാരെ പാട്ട് പഠിപ്പിക്കുന്നു തുടങ്ങിയ കലാപരിപാടികള് അവരൊക്കെ മോൻ പറയുന്ന കേൾക്കുന്നു. സാധാരണ വലിയ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ ആ മിണ്ടായിരിക്കടാ എന്ന് പറയും. പക്ഷെ ഇത് അവരൊക്കെ കേൾക്കാണ്. എന്താ ഏബിൾ പറഞ്ഞത് ആ സ്ഥലത്തല്ലേ, അത് അങ്ങനെ കറക്റ്റ് ചെയ്ത് പാടാം എന്നൊക്കെ അവരെ കേൾക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ഡയറക്ഷൻ പവറും കൂടെ മോൻ ഉണ്ടെന്ന് തോന്നണു. അപ്പൊ മേ ബി ഒരു മ്യൂസിക് ഡയറക്ടറോ ലോകം അറിയുന്ന ആരെങ്കിലും ഒക്കെ ആവട്ടെ. അപ്പൊ ഇന്നത്തെ ഈ പാട്ടില് പറയുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ ഒരു മാതൃക അല്ലെ നമുക്ക്. ഈ അമ്മമാരെല്ലാവരും അപ്പന്മാരും ഉണ്ട്, എന്നാലും ഒരു കുടുംബമാവുള്ളൂ. പക്ഷെ ഈ അമ്മമാര് ഓരോരുത്തരെ, ആരാ പാട്ട് സെലക്ട് ചെയ്തേ അമ്മ, ആരാ പാട്ട് പഠിപ്പിച്ചേ അമ്മ, ആരാ അത് ചെയ്തേ അത് അമ്മ, ഇങ്ങനെ പറയാൻ പറഞ്ഞത് ആരാ അതും അമ്മ. എല്ലാ അമ്മമാരാണ് ഈ കുട്ടികളുടെ ഈ അപ്ബ്രിങ്ങിങ്ങിൽ ഇത്രയും ഒരു ഇൻവോൾവ്മെന്റും സപ്പോർട്ടും. എല്ലാ അമ്മമാർക്കും ഹാറ്റ്സ് ഓഫ് കേട്ടോ. ഈ വോയിസ് ഓഫ് ഗുഡ്നെസ് സീസൺ 3 കുട്ടികളുടെ അമ്മമാരും അപ്പന്മാർക്കും എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം നിങ്ങളുടെ ഒരു എൻകറേജ്മെന്റും സപ്പോർട്ടും ആണ് കുട്ടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം. അപ്പൊ അവരോട് എപ്പോഴും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക കേട്ടോ മോൻ. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഈ അങ്കിളുമാരോട് ഒരു താങ്ക് യു പറഞ്ഞു. അവര് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അല്ലേ? മോൻ ഇഷ്ടായോ പാടിയിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ പ്ലേയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അതിന് എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായിട്ട് വായിച്ചു. നന്നായി വായിച്ചു. വെരി ഗുഡ്. അപ്പോ എല്ലാം കൊണ്ടും നന്നായിരുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു ഏബിൾ. താങ്ക് യു. താങ്ക് യു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ? 27 മാർക്കിൽ തന്നെ പിടിച്ചു നിക്ക. എന്താ പറയണ്ടേ കേട്ടെ? 27 അല്ലെങ്കിൽ അതിന് മേലെ മാർക്ക് വേണം. എന്നാ പിന്നെ അങ്ങ് സാഷ്ടാംഗം നമുക്ക് വീണാലോ? അതേ രക്ഷയുള്ളൂ. അവരത് തരണ്ടേ? നോക്കാം. സിസ്ലി എന്താണ്? അല്ല മറ്റേ കഴിഞ്ഞ പെർഫോമൻസ് ചെയ്തായിരുന്നു മോന്റെ? ഫസ്റ്റ് പാട്ടിന് 23 മാർക്ക്, രണ്ടാമത്തെ പാട്ടിന് 25.5 മാർക്കായിരുന്നു കിട്ടിയത്. അപ്പൊ അതിനേക്കാളും മാർക്ക് കൂടണമല്ലോ. അതെ, അങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് കൂട്ടിയിടണമല്ലോ. 26 മതിയോ? അതെന്നോടല്ല പറയണ്ടേ, സ്മാർട്ട് ആയിട്ട് അങ്ങോട്ട് പറയൂ. അല്ല, ഞാൻ 8.5 തന്നെ. അപ്പൊ അതിൽ കൂടുതൽ മാർക്ക് ഇട്ടാലേ എനിക്കൊരു ഇംപ്രൂവ്മെന്റിന് തരാൻ പറ്റുള്ളൂ. അപ്പൊ 9 തരാം. മതിയോ? ഇതിനൊക്കെ ഉറപ്പിച്ചോ? അത് മതിയോ? കൊച്ചിനത് മതി. കൊച്ചിനത് മതി. പാവം. ഓക്കെ,
മനോജേട്ടാ ഓക്കെ, ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ് വേണ്ടേ? 10-9. 10-9 ആ ആണോ? അത് കിട്ടിയാ തൃപ്തിയാവോ? ഹാപ്പി ആവും? ഓക്കെ, എങ്കിൽ 9 മാർക്സ്. താങ്ക് യു. അച്ഛാ ഏബിൾ ഗംഭീരമായിട്ട് പാടി 9 മാർക്സ്. Yes, അങ്ങനെ ഗുരുവും ശിഷ്യരുടെ ഒപ്പം തന്നെ മാർക്ക് വാങ്ങിയേക്കാണ്. അപ്പൊ അങ്ങനെ ഏബൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഏബലിന് 27 മാർക്സ് ആണ് 30. ഇപ്പൊ തന്നെ നമുക്ക് മെറിൻ ചേച്ചീനെയും ബാക്കി മറ്റേ ശിഷ്യരെയൊക്കെ വിളിച്ചു പറയണ്ടേ? ഇപ്പൊ തന്നെ വിളിച്ചു പറയോ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു പറയും കേട്ടോ, ഗുരുവിനും മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇപ്പൊ ഇത്രയും നല്ല മാർക്ക് വാങ്ങി ഇനി അടുത്ത റൗണ്ടിലേക്കൊക്കെ മോൻ വന്നു കഴിഞ്ഞാൽ ഈ മാർക്ക് താഴത്തേക്ക് പോവാൻ പാടില്ല, ഇതിൽ മുകളിലേക്ക് തന്നെ വേണം പോവാൻ കേട്ടോ. പ്രോമിസ് ചെയ്തേ? ഓക്കെ. Voice of Goodness Season 3. വാശിയേറിയ നമ്മുടെ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല പാട്ടുകൾ കേൾക്കാം, അതേപോലെ ഇത്തരത്തിലുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ വർത്തമാനങ്ങൾ കേൾക്കാം. എന്ത് രസമാണ് ഈ ഒരു 1 hour പോകുന്നത്, നമ്മൾ ആരും അറിയുന്നത് പോലുമില്ല. എന്തായാലും നമുക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ഇന്നിപ്പോ നമ്മള് മാതാവിന്റെ ഗാനത്തോടു കൂടി തുടങ്ങാൻ പോവുകയാണ്. മോള് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തു? നമ്മുടെ ഫസ്റ്റ് സോങ് പാടിയതിനു ശേഷം പിന്നെ നെക്സ്റ്റിലേക്കുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു? ആഗ്നസ് വളരെ വിശേഷമായിട്ട് പാടി പാട്ട്. താങ്ക് യു. എനിക്കത് കഴിഞ്ഞ തവണക്കാളൊക്കെ വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കോൺഫിഡന്റ് ആയിട്ട്, വളരെ എന്താ പറയാ, ഈസി ആയിട്ട്, ഒരു ഈസി സിംഗിങ് എന്ന് പറയില്ലേ, നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, തറവാക്കിയിട്ടുണ്ട്. ആരെ ജഡ്ജ് ചെയ്തത് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തപ്പോ? അമ്മയും പപ്പയും ആണ്. ഓക്കെ, അവരുണ്ടോ? ഒന്ന് വന്നിട്ടുണ്ടോ ഇവിടെ? ശരി. ഹായ് അശ്വിൻ. എന്തോ? അശ്വിൻ ഒരു എനിക്ക് തോന്നിയൊരു ദീർഘദർശിയാണ്. എന്താ കാര്യം എന്നറിയോ? മനോജേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് എനിക്ക് അക്ഷരസ്ഫുടതയിൽ ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ പിച്ചിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതായത് എല്ലാ കൊച്ചു തന്നെ പറഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ എന്താ പറയാ? ബാക്കിയുള്ളത് ഫാസ്റ്റ് നമ്പറും പാടി, മാതാവിന്റെയും പാടി, ലാസ്റ്റ് മെലഡി ഗാനം. ആ മെലഡി ഗാനം ചൂസ് ചെയ്തത് ആരാണ്? എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ചാച്ചനും അമ്മയും പറഞ്ഞു അത് സെലക്ട് ചെയ്യാം. ഇത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീ നീയാക്കി മാറ്റിയിടണമേ. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. ഏബിളറ്റ് മനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നല്ലൊരു കൂളായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അത്. താങ്ക് യു. നല്ലൊരു ഡിവോഷൻ, നിറച്ച് ഭക്തിഭാവം ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ കോറസ്, നല്ല കോറസ് ആയിരുന്നു. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. വളരെ മനോഹരമായിട്ട് പാടി. താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന വ്യക്തിയെ പോലെ പാടിയതായിട്ടാണ് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാജുലേഷൻ. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയായി ഇമ്പമൃദു തന്ത്രികളുണരുന്നു സംഗീത